നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറയുന്നത് ഒരു റവ സ്നാക്സാണ്. അതെല്ലാവർക്കും ഇഷ്ടമാവും, കാരണം നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് സംഭവം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, 250 ഗ്രാം റവയാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചെറുതായി അരിഞ്ഞ 4 പച്ചമുളക്, ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട്, അത് വളരെ ചെറിയൊരു കഷ്ണം മാത്രം മതി. പിന്നെ മല്ലിയില, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മെക്സിക്കൻ കൊറിയാണ്ടറാണ്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, അതുപോലെ പാകത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. നമ്മൾ ഈ ദോശമാവിനൊക്കെ മാവ് തയ്യാറാക്കുന്ന പോലെ തന്നെ ഇത് നല്ലതുപോലെ കുറുക്കിയെടുക്കണം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയാണ്. ഇനി അതിലേക്ക് നമുക്ക് എല്ലാത്തിലും ചെറിയ തോതിൽ എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, വളരെ ചെറിയ തോതിൽ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡായിട്ടുണ്ട്, നമുക്കതൊന്ന് മറിച്ചിടാം. പാകമായത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. അടുത്തതായി ഒരു 3 മീഡിയം സൈസ് തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ്, കൂടെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, അതുപോലെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കടുകിട്ട് ആദ്യം വറുത്തെടുക്കാം. ഒരു ചെറിയ തോതിൽ ജീരകം,
പിന്നെ കുറച്ച് കറിവേപ്പില. അതിലേക്ക് അല്പം കായം, നമ്മൾ സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന കായം അതുകൂടി ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം പാകത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് ചതച്ച മുളകാണ്, അത് 1 ടീസ്പൂൺ ചതച്ച മുളക്. അതിനുശേഷം 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ റവ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഡ്രൈ ആവുന്നവരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ സ്നാക്സ് റെഡിയായി കഴിഞ്ഞു. നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വളരെ ചെറിയ തോതിൽ മല്ലിയില ഒന്ന് ഇതിലേക്കൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും കഴിക്കണം.